തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ യുവതിയുടെ നെഞ്ചിൽ കുരുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധ്യത തേടുകയാണ് ആരോഗ്യവകുപ്പ്. ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ സഹായത്തോടെ പുറത്തെടുക്കാനാണ് നീക്കം. സുമയ്യയുടെ ദുരവസ്ഥ 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദ്, അതുണ്ടാക്കിയ ബുദ്ധിമുട്ടിനെ പറ്റി സുമയ്യ പറഞ്ഞതാണ്. ഉണ്ടായ വീഴ്ച ബന്ധുവും ഡോക്ടറും തമ്മിലുള്ള സംഭാഷണത്തിൽ വ്യക്തമായതാണ്. വീഴ്ച ഉണ്ടായി എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമാണ്. അതിൽ സാങ്കേതികത പറഞ്ഞതോ കോംപ്ലിക്കേഷൻ സമയത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണെന്നൊക്കെ ആരൊക്കെ ന്യായീകരിക്കാൻ നോക്കിയാലും എങ്ങനെയെങ്കിലും അത് പുറത്തെടുക്കുക എന്നുള്ളതാണ് പ്രധാനം. എപ്പോഴത്തേക്ക് അത് സാധ്യമാകുമെന്ന് കരുതണം ഷഫീദ്? ഹഷ്മി, ഈ വിഷയത്തിൽ ഈ വാർത്ത പുറത്തു വന്ന ശേഷവും ആരോഗ്യവകുപ്പ് ഇക്കാര്യത്തിൽ ന്യായീകരണം എന്നുള്ള ശ്രമം മാത്രമാണ് നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇത് വലിയ ചർച്ചയാവുകയും പിന്നീട് വിദഗ്ധ ഡോക്ടർമാരുടെ അടക്കം അഭിപ്രായം കേട്ട ശേഷം ഒരു മെഡിക്കൽ ബോർഡ് ഇക്കാര്യത്തിൽ രൂപീകരിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. ഇക്കാര്യത്തിലെ വീഴ്ചകളടക്കമുള്ള കാര്യങ്ങൾ ആ വിദഗ്ധ സമിതി പരിശോധിച്ച് വരികയാണ്. അതിനിടെയാണ് സുമയ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്യാവശ്യമായി വേണ്ടത് അവരുടെ നെഞ്ചിൽ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്ന, അവർക്ക് ശ്വാസം മുട്ടലും കിതപ്പും വിട്ടുമാറാത്ത ഈ അസുഖങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഗൈഡ് വയർ അതെങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുക്കണമെന്നുള്ളതാണ്. നേരത്തെ ശ്രീചിത്രയിൽ നടത്തിയ പരിശോധനയിൽ അവരുടെ ഹൃദയത്തിലെ രക്തക്കുഴലിൽ അത് ഒട്ടിച്ചേർന്ന നിലയിലാണ് എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെ ഈ വിഷയം വലിയ വാർത്തയാവുകയും അതിനുശേഷം ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനം അതെങ്ങനെയെങ്കിലും ആ ഗൈഡ് വയർ പുറത്തേക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ള സാധ്യത പരിശോധിക്കുകയാണ്. ഇതിനുവേണ്ടി ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന്റെ അടക്കം സഹായം വീണ്ടും തേടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന ബുധനാഴ്ച, അതായത് മറ്റന്നാൾ, ഇത് സംബന്ധിച്ച് പുറത്തെടുക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡ് യോഗം ചേരും. കാർഡിയോ വസ്കുലർ റേഡിയോളജി ഡോക്ടർമാരുടെ സേവനം ഇതിനുവേണ്ടി തേടിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സുമയ്യയുടെ, കട്ടക്കട സ്വദേശിയായിട്ടുള്ള സുമയ്യയുടെ സമ്മതപത്രവും ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പ് ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആ ഗൈഡ് വയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുകയാണ്. ബുധനാഴ്ച ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ വിശദമായി ഇതിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ, അനന്തരഫലങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത ശേഷം സുമയ്യയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. ആൻജിയോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ബുധനാഴ്ച നടത്താനുള്ള നീക്കത്തിലേക്കും ആരോഗ്യവകുപ്പ് കടക്കും. ഹഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.